എല്ലാവർക്കും വന്ദനം. ഇന്ന് നമ്മൾ ധ്യാനിക്കാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിന്റെ 3 മുതൽ 7 വരെയുള്ള വചനങ്ങളാണ്. കുറെ കാലം കഴിഞ്ഞിട്ട് കയീൻ നിലത്തെ അനുഭവത്തിൽ നിന്ന് യഹോവയ്ക്ക് ഒരു വഴിപാട് കൊണ്ടുവന്നു. ഹാബേലും ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന് അവയുടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. യഹോവ ഹാബേലിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു, കയീനിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. കയീൻ ഏറ്റവും കോപമുണ്ടായി, അവന്റെ മുഖം വാടി. എന്നാൽ യഹോവ കയീനോട്, നീ കോപിക്കുന്നത് എന്തിന്? നിന്റെ മുഖം വാടുന്നതും എന്ത്? നീ നന്മ ചെയ്യുന്നു എങ്കിൽ പ്രസാദമുണ്ടാകില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിങ്കലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണം എന്ന് കൽപ്പിച്ചു. കയീനും ഹാബേലും ദൈവത്തിന് വഴിപാട് കഴിക്കാനായിട്ട് പോകുന്ന ഒരു സംഭവമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവരുടെ ജനനത്തിനും അവർ തൊഴിൽ ചെയ്ത് ജീവിക്കാൻ തുടങ്ങിയതിനുമൊക്കെ കുറേ കാലങ്ങൾക്ക് ശേഷം സംഭവിച്ച ഒരു കാര്യമായിട്ടാണ് ഇതിനെ മോശ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവർക്ക് എത്ര വയസ്സ് ആ സമയത്തുണ്ട് എന്ന് നമുക്കറിയില്ല. എന്തായാലും അല്പകാലമൊന്നുമല്ല, കുറേ കാലങ്ങൾക്ക് ശേഷം സംഭവിക്കുന്നു. രണ്ടുപേരുടെയും വഴിപാടുകൾക്ക് വ്യത്യാസമുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. കയീൻ ദൈവത്തിന് വഴിപാട് കൊണ്ടുവന്നത് നിലത്തെ അനുഭവത്തിൽ നിന്നാണ്, കൃഷി ഉൽപ്പന്നങ്ങളിൽ നിന്നാണ്. അത് തെറ്റായ കാര്യമൊന്നുമല്ല. ലേവ്യ പുസ്തകം 2-ാം അധ്യായത്തിൽ ഭോജനയാഗങ്ങളെക്കുറിച്ച് മോശ വിവരിക്കുന്നുണ്ട്. പലതരത്തിലുള്ള ഭോജനയാഗങ്ങൾ. അതിനകത്ത് നിലത്തെ ഫലത്തിൽ നിന്ന് ദൈവത്തിന് നന്ദി സൂചകമായി അർപ്പിക്കുന്ന ഭോജനയാഗങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ പച്ചക്കറികളോ കായ്കനികളോ ധാന്യങ്ങളോ ഒക്കെ കയീൻ കൊണ്ടുവന്നത് ഒരു തെറ്റായ കാര്യമല്ല. ചില ആളുകൾ ചിന്തിക്കുന്ന പോലെ കയീൻ നല്ലതൊന്നും കൊടുക്കാത്തത് കൊണ്ടാണ് ദൈവത്തിന് പ്രസാദമായത്, കേടുവന്നതും ചീഞ്ഞതുമൊക്കെയാണ് ദൈവത്തിന് യാഗമർപ്പിച്ചത്, വഴിപാട് കഴിച്ചത്, അതുകൊണ്ടാണ് കയീൻ്റെ യാഗത്തിൽ പ്രസാദിക്കാത്തത് എന്നൊക്കെ ചെറുപ്പകാലത്ത് ഇങ്ങനെ കഥകൾ കേട്ടിട്ടുണ്ട്. അതൊന്നും ബൈബിളിൽ ഇല്ലാത്ത കാര്യങ്ങളാണ്. ഹാബേല് വഴിപാട് കഴിക്കാൻ കൊണ്ടുവന്നത് തൻ്റെ ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ ഒന്നിനെയാണ്, അവയുടെ മേധസ്സിൽ നിന്ന് തന്നെ എന്ന് എടുത്തു പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ എടുത്തു പറയുന്നതിൽ ഒരു കാര്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ വഴിപാടുകളെക്കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത് കയീനിലും അവന്റെ വഴിപാടിലും യഹോവ പ്രസാദിച്ചില്ല, ഹാബേലിലും അവന്റെ വഴിപാടിലും യഹോവ പ്രസാദിച്ചു എന്നാണ്. എന്തുകൊണ്ടാണ് ദൈവം ഒരു വ്യക്തിയുടെ വഴിപാട് സ്വീകരിക്കുകയും മറ്റൊരു വ്യക്തിയുടെ വഴിപാട് സ്വീകരിക്കാതിരിക്കുകയും ചെയ്തത്? അതിനുള്ള വ്യക്തമായ ന്യായങ്ങൾ നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ കണ്ടെത്താനായിട്ട് സാധിക്കും. ആദ്യം അവിടെ പറയുന്നത് കയീനിലും അവന്റെ വഴിപാടിലും ഹാബേലിലും അവന്റെ വഴിപാടിലും എന്നാണ്. ഈ പ്രയോഗത്തിലൊരു കാര്യമുണ്ട്. ഒരു വ്യക്തി ചെയ്യുന്ന കാര്യങ്ങളിൽ ദൈവത്തിന് പ്രസാദം തോന്നണമെങ്കിൽ ആ വ്യക്തി തന്നെ ദൈവത്തിന് പ്രസാദമുള്ള ഒരു വ്യക്തിയായിരിക്കണം. ദൈവത്തോട് ബന്ധമില്ലാത്ത, ദൈവത്തെ സ്നേഹിക്കാത്ത, ദൈവത്തെ വിശ്വസിക്കാത്ത ഒരു വ്യക്തി ചെയ്യുന്ന പ്രവൃത്തികളിലും ദൈവത്തിന് പ്രസാദിക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ നല്ലതോ ചീത്തയോ എന്തുമായിക്കൊള്ളട്ടെ, പക്ഷെ അത് ചെയ്യുന്ന വ്യക്തി ആര് എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൽ നിന്ന്, ദൈവത്തിലുള്ള വിശ്വാസത്തിൽ നിന്ന് നാം ആത്മീക കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അത് പ്രസാദകരമായി മാറുന്നത്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വചനത്തിൽ ഇതിന്റെ സൂചന നമുക്കുണ്ട്. വിശ്വാസത്താൽ ഹാബേൽ കയീന്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു എന്നാണ്. എന്തുകൊണ്ട് കയീന്റെ യാഗം സ്വീകരിച്ചില്ല, എന്തുകൊണ്ട് ഹാബേലിന്റെ യാഗം സ്വീകരിച്ചു? ഉത്തരം ഇതാണ്: വിശ്വാസത്താൽ ഹാബേൽ ഉത്തമമായ യാഗം കഴിച്ചു. കയീന്റെ യാഗത്തിൽ ദൈവത്തിന് പ്രസാദകരമായ വിശ്വാസമില്ലായിരുന്നു എന്നത് വ്യക്തമാണ്. ഹാബേലിന്റെ കാര്യത്തിൽ ദൈവത്തിങ്കിലുള്ള വിശ്വാസത്താലാണ് ആ യാഗം കഴിച്ചത് എന്നും വ്യക്തമാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ വിശ്വാസം എത്രമാത്രം ആവശ്യമാണ് എന്ന് എബ്രായ ലേഖനം പറയുന്നിടത്താണ് ആ കാര്യം പറയുന്നത്. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കുകയില്ല. വിശ്വാസം കൂടാതെയുള്ള നമ്മുടെ ഒരു പ്രവൃത്തികൾ കൊണ്ടും ദൈവസന്നിധിയിൽ പ്രയോജനമില്ല എന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. ഇതാണ് കയീന്റെ യാഗവും ഹാബേലിന്റെ യാഗവും തമ്മിലുള്ള ഏറ്റവും പ്രകടമായ വ്യത്യാസങ്ങളിലൊന്ന്. ഇനി ആ യാഗമർപ്പിച്ച വസ്തുക്കളെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം. കയീൻ കഴിച്ചത് ഒരുപക്ഷെ ഭോജനയാഗമാണ്. ഹാബേൽ കഴിച്ചത് രക്തസഹിതമായ മൃഗയാഗമാണ്.
ഇത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഭോജനയാഗം അർപ്പിക്കുന്നത് നന്ദി സൂചകമായിട്ടാണ്. ദൈവം നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നന്ദി പറഞ്ഞുകൊണ്ടാണ് ഭോജനയാഗങ്ങൾ അർപ്പിക്കുന്നത്. വയലിൽ ധാരാളം വിളവ് നൽകിയ ദൈവത്തിന് നന്ദി അർപ്പിക്കാൻ വേണ്ടിയാണ് ധാന്യങ്ങളും മറ്റുമൊക്കെ ദൈവസന്നിധിയിൽ കൊണ്ടുപോയി വഴിപാടായി അർപ്പിച്ചിരുന്നത്. എന്നാൽ മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന പാപയാഗം, അകൃത്യയാഗം, ഇങ്ങനെയുള്ള യാഗങ്ങളെക്കുറിച്ചൊക്കെ ബൈബിൾ പറയുന്നുണ്ട്. ആ യാഗങ്ങൾ മൃഗയാഗങ്ങളാണ്. ആട്ടിൻകുട്ടികളെയോ അതുപോലെ കാളക്കിടാങ്ങളെയൊക്കെ യാഗം കഴിക്കുന്ന ആ രീതിയാണ് തിരുവെഴുത്ത് നമ്മോട് പറയുന്നത്. ഈ മൃഗയാഗങ്ങളുടെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ അതെല്ലാം രക്തം ചിന്തിയുള്ള യാഗങ്ങളാണ്, രക്തസഹിത യാഗങ്ങളാണ്. കയീന്റെ യാഗത്തിൽ ഈ രക്തം ചിന്തുക എന്ന പരിപാടി ഇല്ല, രക്തരഹിതമായ യാഗമാണ്. എന്നാൽ ഹാബേലിന്റെ യാഗം രക്തസഹിതമായ യാഗമാണ്. ഈ രക്തരഹിതമായ യാഗമായതുകൊണ്ടാണ് കയീന്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കാത്തത് എന്നതിന് ഒരു സൂചന ഈ വാക്യങ്ങളിൽ കിടക്കുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഇവിടെ 7-ാമത്തെ വാക്യത്തിൽ ദൈവം പറയുകയാണ്, നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദമുണ്ടാവുകയില്ലയോ, നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിക്കൽ കിടക്കുന്നു. അപ്പം അവിടെ ദൈവം എന്തിനാണ് ഈ പാപത്തെക്കുറിച്ച് പറയുന്നത്? ഇനി അവിടെ നന്മ ചെയ്യുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നന്മ ചെയ്താൽ പ്രസാദമാവുകയില്ലയോ എന്നുള്ള ആ പ്രയോഗവും എബ്രായ ഭാഷയിൽ കുറച്ചുകൂടി വ്യത്യസ്തമായ ഒരർത്ഥത്തിലാണ് എഴുതിയിരിക്കുന്നത്. നന്മയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, അതായത് സൽപ്രവർത്തികൾ ചെയ്യുന്നതിനെ കുറിച്ചല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. കയീൻ ഒരു നന്മയും ചെയ്യാത്ത മനുഷ്യനായതുകൊണ്ടാണ് സ്വീകരിക്കാത്തത് എന്നല്ല. ആ വാക്കിന്റെ അർത്ഥം അതാണ്, നീ ശരിയായി ചെയ്യുന്നില്ലെങ്കിൽ എന്നാണ്. ഈ 7-ാമത്തെ വാക്യത്തിൽ ദൈവം ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു വാക്ക്, നീ നന്മ ചെയ്യുന്നില്ലെങ്കിൽ എന്ന്, മലയാളത്തിൽ അതിൻ്റെ അർത്ഥം അത്ര വ്യക്തമല്ല. എബ്രായ ഭാഷയിലെ ആ ഒരു വാക്ക് നീ നന്നായി ചെയ്യുന്നു എങ്കിൽ പ്രസാദം ഉണ്ടാവുകയില്ലയോ എന്നാണ്. അഥവാ നീ ശരിയായി ചെയ്യുന്നുവെങ്കിൽ പ്രസാദം ഉണ്ടാവുകയില്ലായിരുന്നോ എന്നാണ്. അപ്പോൾ കയീൻ അവിടെ ചെയ്തത്, കയീൻ അർപ്പിച്ച ആ വഴിപാടിൽ എന്തോ ശരികുറവുണ്ടായിരുന്നു. ശരിയായ രീതിയിലല്ല കയീൻ ആ യാഗം കഴിച്ചത്. അതിൻ്റെ ഫലം എന്താണ്? പാപം ഇപ്പോഴും നിന്റെ വാതിക്കൽ കിടക്കുന്നു. തൻ്റെ ജീവിതത്തിലെ പാപങ്ങൾ പരിഹരിക്കുന്ന യാഗമല്ല കയീൻ കഴിച്ചത് എന്നാണ് ദൈവം അവിടെ ഓർപ്പിക്കുന്നത്. എന്നാൽ ഹാബേല് മൃഗത്തിൻ്റെ മേധസ്സിൽ നിന്ന് ഒരു മൃഗത്തെ അറുത്ത് യാഗം കഴിച്ചപ്പോൾ അവൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി അത് മാറി. എന്നാൽ കയീൻ്റെ ജീവിതത്തിൽ പാപങ്ങളുടെ പരിഹാരം വന്നില്ല. പാപം ഇപ്പോഴും അവൻ വഴിപാട് കഴിച്ചതിന് ശേഷവും പാപം അവൻ്റെ വാതിക്കൽ കിടക്കുന്നു, പരിഹരിക്കപ്പെടാതെ അവിടെ കിടക്കുകയാണ്. മൃഗങ്ങളെ അറുത്ത് യാഗം കഴിച്ച് പാപപരിഹാരം ചെയ്യുവാനായിട്ടുള്ള കൽപ്പനയും പ്രമാണങ്ങളും ഒക്കെ ദൈവം കൊടുക്കുന്നത് പിന്നീടാണ്, അത് നമുക്കറിയാം. എന്നാൽ ഏദൻ തോട്ടത്തിൽ ഒരു മൃഗത്തെ കൊന്ന് അതിൻ്റെ തോലെടുത്ത് ഉടുപ്പിക്കുക വഴി പാപത്തിൻ്റെ പരിഹാരം മൃഗയാഗമാണ്, രക്തസഹിത യാഗമാണ് എന്ന ഒരു മാതൃക ദൈവം മനുഷ്യനെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ആദമിനൊക്കെ ആ വിഷയത്തെക്കുറിച്ച് അറിയാമായിരുന്നു. ഒരുപക്ഷെ കയീനോടുമൊക്കെ ഹാബേലിനോടുമൊക്കെ ഈ വിഷയങ്ങൾ അവർ സംസാരിച്ചിട്ടുണ്ട്. ദൈവം ഇങ്ങനെയാണ് പാപപരിഹാരം നടത്തുവാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ പാപങ്ങളുടെ പരിഹാരമായി ദൈവം നിശ്ചയിച്ചിരിക്കുന്ന മാർഗം ഇങ്ങനെയാണ്, ഇന്നതാണ് എന്ന് അവർക്ക് രണ്ടുപേർക്കും അറിയാവുന്ന വസ്തുതയാണ് എന്ന സൂചനയും നമുക്കിവിടെ നിന്ന് ലഭിക്കുന്നു. അവിടെയാണ് വിശ്വാസത്താൽ ഹാബേൽ ഉത്തമമായ യാഗം കഴിച്ചു എന്ന് പറയുന്നത്. എന്താണ് വിശ്വസിച്ചത്? ദൈവം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ അങ്ങനെ തന്നെ വിശ്വസിച്ച് അതിൻ പ്രകാരം ഹാബേൽ പ്രവർത്തിച്ചു. എന്നാൽ ദൈവം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ അവഗണിച്ചുകൊണ്ട് ദൈവം മൃഗത്തെ യാഗം കഴിക്കുവാനാണ് പറഞ്ഞത്, പക്ഷെ എന്നാൽ ഞാൻ നിലത്തെ അനുഭവത്തിൽ നിന്നാണ് യാഗം കഴിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് എന്നതാണ് കയീന്റെ മനോഭാവം. ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വിശ്വസിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് നമ്മളിൽ ദൈവത്തിന് പ്രസാദം ഉണ്ടാകുന്നത്. ദൈവത്തിന് പ്രസാദകരമായ ഒരു ജീവിതം നമുക്ക് സാധ്യമാകുന്നത് വിശ്വാസത്താൽ ദൈവം പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് മുമ്പോട്ട് പോകുമ്പോഴാണ്. പ്രിയമുള്ളവരെ, വിശ്വാസത്താൽ ഉത്തമമായ കാര്യങ്ങൾ ചെയ്യുവാൻ നമുക്ക് ഇടയാകട്ടെ. കയീൻ വിശ്വാസം ഇല്ലാതെ ദൈവത്തിന് പ്രസാദകരമല്ലാത്ത കാര്യങ്ങൾ ചെയ്തു. അവൻ്റെ പാപം പരിഹരിക്കപ്പെടാതെ അവൻ്റെ ജീവിതത്തിൽ തുടർന്നു. എന്നാൽ നമുക്ക് പാപം പരിഹരിക്കപ്പെടാത്ത അവസ്ഥയിൽ ജീവിക്കേണ്ട ആവശ്യമില്ല. കർത്താവായ യേശുക്രിസ്തുവിലൂടെ ദൈവം നമ്മുടെ പാപങ്ങളെ പരിഹരിക്കുവാൻ ആവശ്യമായ എല്ലാം ചെയ്തു. ആ യാഗം ദൈവം അർപ്പിച്ചിരിക്കുന്നു. അത് വിശ്വാസത്താൽ സ്വീകരിച്ച് പാപങ്ങളെ പരിഹരിക്കപ്പെട്ടവരായി ദൈവത്തിന് പ്രസാദകരമായ വിശ്വാസ ജീവിതം നയിക്കുവാൻ ദൈവം നമുക്കിടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം ആശംസിക്കുന്നു.